മാംഗോ മഡോസ് വേൾഡ്സ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് അഗ്രികൾച്ചർ തീം പാർക്ക്. കാണേണ്ട സംഭവമാണ് കൂട്ടുകാരെ. കാണാത്ത അറിയാത്ത കുറെ വെറൈറ്റീസ് ഓഫ് ചെടികൾ, ഫൺ ആക്ടിവിറ്റീസ്. വൃത്തിക്ക് ഫുള്ളായിട്ട് കാണണമെങ്കിൽ ഒരു 1.5 ദിവസമെങ്കിലും വേണ്ടി വരും. അവരുടെ ആ ഒരു പാഷൻ ഉണ്ടല്ലോ, അത് സമ്മതിച്ചേ പറ്റൂ. എത്ര എഫേർട്ടാണെന്ന് അറിയാമോ? സൂപ്പറാണ്. ഫാമിലി ആയിട്ട് പോയതാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ദിവസം പോയത് അറിഞ്ഞില്ല. ഹാപ്പിനെസ് ആണല്ലോ ഇമ്പോർട്ടന്റ്. മറ്റേ എന്തിനെ കാട്ടില്ല ലൈഫിൽ വർക്കിങ്ങിലൂടെ പോകണം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, മറക്കാൻ മുടിയാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഫൺ ചില്ലായിരുന്നു. നമ്മൾ കയറുന്ന മുമ്പേ വിചാരിച്ച് എന്തോ ചെറിയ പാർക്ക് പോലെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അകത്ത് കയറി ഓരോ സംഭവങ്ങൾ കാണുമ്പോഴാണ് റിയലി ഒരു സംഭവമാണ്. നീ നെക്സ്റ്റ് വീക്കെൻഡ് ഫാമിലി ആയിട്ട് എവിടെ പോവാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. 1.5 എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. നമ്മൾ എവിടെ എത്തി? മാംഗോ മഡോസ്. കൂടുതലൊക്കെ കാണാത്തോണ്ട് ആന്റിക്ക് നോക്കണോ? ആന്റിക്ക് ഇങ്ങോട്ട് ഇത് ആന്റിക്കല്ല, ഇതാണ് ആന്റി. പ്രൈവറ്റ് എൻട്രി. കണ്ടു ആർച്ചറി, ഷൂട്ടിംഗ്, പെഡൽ ബോട്ട്, കൊട്ടവഞ്ചി, സൈക്ലിംഗ്, ബോസാട്ട്, കിക്ക് പാർക്ക്, റോട്ടി റൈഡ്, പെൻഡുലം റൈഡ്, ലിഫ്റ്റ് റൈഡ്, വള്ളം തുഴയല്, ഫിഷിംഗ്, ഫിഷ് ഫീഡിംഗ്, വാട്ടർ വീല്, ഗോൾ പോള്, ബാസ്കറ്റ്. എക്സ്ട്രാ ചാർജ് വരുന്നത് എയർ റിക്ഷ, ബസ്, ട്രെയിന്, ചിക്കാര, ബോട്ടിംഗ്, 20 തിയേറ്റർ, ഫുഡ് ഐറ്റം. ഇതിനൊക്കെയാണ് സെപ്പറേറ്റ് ചാർജ് വരുന്നത്. ഈ കാണുന്ന ഗ്രീൻ ബിൽഡിംഗ് ആണ് റെസ്റ്റോറൻറ്റ്. ഫുഡ് കഴിക്കാൻ ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ റെസ്റ്റോറൻറ്റിൽ കയറുക. 5 മണിക്ക് പാർക്കിൻ്റെ ക്ലോസിംഗ് ടൈമാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്ന ഈ ഫ്രണ്ടിലാണ്. 1 അവർ ഫ്രീ ഉണ്ട്. 4:45 ക്ലോസ് ചെയ്യും. ഇതിനുള്ള കാര്യങ്ങൾ കാണിച്ചു തരാൻ നമ്മുടെ കൂടെ ഗൈഡുണ്ട്. ഗൈഡിങ് നടന്ന് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റിക്ഷ സൗകര്യമുണ്ട്. റിക്ഷയ്ക്ക് 250 രൂപ ചാർജ് വരുന്നത്. ഒരു വണ്ടി 4 പേർക്ക് വരെ യൂസ് ചെയ്യാം. ബസ്സും ട്രെയിനും ഒക്കെ ജസ്റ്റ് റൈഡിങ് ആയിട്ടേ ഉള്ളൂ. അത് ഗൈഡിങ് ശേഷം എടുക്കാം. വണ്ടി ഓട്ടിക്കോ? വണ്ടി അതെ അതെ വാ വാ. ഫോട്ടോ ഇല്ലേ? ഓട്ടിക്കണ്ട നീ. ഓക്കെ. അയ്യോ ആക്സിഡന്റ്. കീലല്ലേ? കീല. അയ്യോ നമ്മളെ കൊണ്ടാണ് അമ്മയ്ക്ക് അല്ലാതെ ബോട്ടിങ് ശരി ശരി. അതിക്കാരം ചവിട്ട നമ്മുടെ ഇന്ത്യയുടെ മാപ്പാണ്. ഇന്ത്യയുടെ ഭൂപടം, അതിലോരോ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട മരങ്ങളാണ് ഇതിനകത്ത് കാണുന്നത് കേട്ടോ. എല്ലാ സംസ്ഥാനത്തെ മരങ്ങൾ ഓരോ സ്റ്റേറ്റിൽ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഫിഷിംഗ് ഫീഡിംഗ് ബ്രിഡ്ജ് അവിടെ പോവാണ്. ഇത് ഡാൻസ്. ഇവിടെ നിന്നാണ് നമ്മൾ ഗൈഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് പറഞ്ഞാൽ ഭാരതീയ ആചാരങ്ങളും വിശ്വാസങ്ങളും പ്രകാരം പണ്ടുകാലങ്ങളിൽ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒരു നേർച്ചയായും പുണ്യവും ചെയ്തിരുന്നതാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ചെയ്ത പാപത്തിൻ്റെ കാഠിന്യം കുറച്ച് കിട്ടുമെന്നാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ ഒന്നാണ് മനുഷ്യൻ പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളോട് മുന്നോട്ട് താണ്ടുന്നത്. നമ്മൾ കേരളത്തിൽ തൃപ്രയാറിലും പഞ്ചാബിലെ സിഖ് മതമായ ക്ഷേത്രത്തിൽ ഇപ്പോഴും 3
നേർച്ചയായിട്ട് നടത്തിക്കൊണ്ട് വരുന്നതാണ് കേട്ടോ. അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടം ഉണ്ട് കേട്ടാ, ലാൻഡ് ചെയ്യരുത്. ഇത് ഇത് നോക്കൂല. നോക്കൂല. ഇത് നോക്കൂല. അതാണ് പിടിച്ച് കൈ വെച്ചാണ്. അങ്ങനെ ചേട്ടന് പെടൽ ബോട്ട് വള്ളമൊക്കെ നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡാണ്. ഗൈഡിങ് കഴിയുന്നതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മീനൂട്ടിൻ്റെ ഏരിയ കേട്ടോ. ഓ എൻ്റെ പൊന്ന്. ഓ സൈസ്. ഗൈഡിങ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഫിഷ് ഫീഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫുഡ് പാക്കറ്റ് ചെറിയ പാക്കറ്റൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ 64 പീസിലുള്ള മീനുകളുണ്ട്. മീൻ ഫ്രൈ മേടിക്കണ്ട, ഹോട്ടലിൽ മീൻ ഫ്രൈ മേടിക്കണ്ടെന്ന്. ആവോലി നെയ്മാണ് മാംഗോ, ഓറഞ്ച്, മിന്റ്, മൾബറി എന്നൊക്കെയാണ് ഓരോ കോടതികളുടെ പേരുകൾ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ഓപ്പൺ സ്റ്റേജ് പോലെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് പ്രത്യേക പാക്കേജുകളോ ഗ്രൂപ്പുകളൊക്കെ നൈറ്റൊക്കെ വന്നു കഴിഞ്ഞാലും ഇവൻറ്റിലൊക്കെ നടത്താൻ വേണ്ടി സ്റ്റേജ് പോലെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുന്നത് ഷൺബാത്ത് എന്ന് പറയും. വിദേശികൾ വൈകുന്നേരങ്ങളിൽ വരുമ്പോൾ അവർക്ക് വെയിൽ കൊള്ളാൻ വേണ്ടി ഉപയോഗിക്കും. ഡാൻസ് പ്ലീസ്. സമയം കിട്ടൂല. ഇവിടെ നോക്കുമ്പോ ഒരാള് ഒരു മീനും പോലും ഇല്ലാത്ത പോലെ അകത്ത് ഇതുപോലെ 10-12 കിലോ ഒരു മീനിന്റെ വെയിറ്റ്. ഇതുപോലെയാണ് മനസ്സിലായത്. അത് വരുമ്പോൾ മാത്രം അങ്ങ് പുറത്ത് വരും. അത് ഓക്സിജൻ കിട്ടാനാണ്. പേടിച്ച് എല്ലാരും നോക്കി ഇങ്ങോട്ടൊന്ന്. തിരിച്ച് കൈ കാണിച്ചു അവരെ കാട്ടിക്കൊട്ടു. എന്നെ കൈ കയറി കൊടുത്തു. കണ്ണു കഴുകണ ബാക്കിലായിട്ട് കാണുന്ന നമ്മുടെ അമ്മച്ചി പ്ലാവും മാർത്താണ്ട് പറഞ്ഞൊരു ഏരിയയാണ്. അതായത് വെറൈറ്റി ആയിട്ടുള്ള 21 ടൈപ്പിലുള്ള പ്ലാവുകളാണ് ചുറ്റിനായിട്ട് കാണുന്നത്. ചെറുപ്പവിശേഷം എന്നൊരു തീം നമ്മളോട് ചെയ്യുന്നുണ്ട്. അതായത് പണ്ട് മാർത്താണ്ഡവർ മഹാരാജാവ് ഒളിപ്പോരിൻ്റെ സമയത്ത് ഒളിച്ചിരുന്നത് അമ്മച്ചിപ്ലാവിൻ്റെ പൊതിലായിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുന്നതാണ് ആ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. കേട്ടപ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഇവിടെ നീലക്കൊടുവേലി എന്ന് പറയുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഈ കാണുന്നത് കേട്ടോ. കേട്ടിട്ടുണ്ടോ നീലക്കൊടുവേലി? അതായത് അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ വേരിനാണ് പ്രാധാന്യം. ആൾക്കാർ പറയുന്നത് അതിൻ്റെ വേര് നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ആഗ്രഹം ആഗ്രഹിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. പെട്ടിയിലോ പണപ്പെട്ടിയിലോ എടുത്ത് അരിപരിക്കും സമ്പത്ത് വരുന്ന പല വിശ്വാസങ്ങൾ പറയുന്നത് കേട്ടോ. അതായത് ഇത് വേരാൻ തിരിച്ചറിയാൻ ഒഴുക്കുള്ള വെള്ളത്തിൽ ആ വേര് ഒഴുക്കി വിട്ടാൽ വെള്ളത്തിൽ ഓപ്പോസിറ്റ് ദിശകളിൽ പോകുന്നതാണ് പറയുന്നത്. അതാണിത്. ഇത് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഏതൻ തോട്ടമാണ്. ഏതൻ തോട്ടത്ത് പറഞ്ഞാൽ 174 ടൈപ്പിലുള്ള കൃഷിയോഗ്യമായ ഫ്രൂട്ട്സ് മരങ്ങളാണ് കാണുന്നത്. പോകുന്ന സ്ഥലങ്ങളിലെല്ലാം മരങ്ങളുണ്ട്. എല്ലാ മരങ്ങളിലും ഇതുപോലെ ബോർഡുകളുണ്ട്. ആ ബോർഡിൽ കുറേ പേരുകൾ കാണാൻ പറ്റും. അത് താഴെ കാണുന്നത് അതിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ ഈ മരങ്ങൾ അറിയപ്പെടുന്ന പേരുകളും. അതിൻ്റെ മുകളിലുള്ളത് നമ്മുടെ അതിൻ്റെ ബൊട്ടാണിക്കൽ നിയമമാണ് കേട്ടോ. ഇടതുവശത്ത് ശിംശിതാവൃക്ഷം എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ട്. നമ്മുടെ രാമായണത്തിലെ കഥയുടെ അടിസ്ഥാനത്തിൽ കൊണ്ട് രാവണൻ സീതാദേവി ദുഃഖിതയായിരുന്നത് ശിംശിതാവൃക്ഷത്തിന്റെ ചോട്ടിലായിരുന്നു. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ മരം വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ നീർമാതളമുണ്ട്, പനയുണ്ട്, എണ്ണപ്പനയുണ്ട്. രാവണൻ സീതാദേവി അപഹരിച്ചുകൊണ്ട് പോയപ്പോൾ രാമനെ ഓർത്ത് ദുഃഖിതയായിരുന്നത് അശോകവനിയിലെ ശിംശികാവൃക്ഷത്തിന്റെ ചോട്ടിലായിരുന്നു. ആ കാണുന്ന മരമാണ് ശിംശികാവൃക്ഷം. നമ്മൾ അതിന് ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ഇതൊരു എണ്ണപ്പന, നമ്മൾ പാം ഓയിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എണ്ണപ്പന. നമ്മുടെ പെടൽ ബോട്ട് കുട്ടവഞ്ചിയൊക്കെ നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡാണ് കേട്ടോ. ആ കാണുന്ന കുട്ടവഞ്ചി, ഇപ്പുറത്തുള്ളത് പെടൽ ബോട്ട്, രണ്ടും നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡാണ്. ഇതിനകത്താണ് കേട്ടോ. ഇതുപോലെ ഈ കാണുന്നതാണ് ബോട്ട്. നമ്മൾ തനിയെ തുഴഞ്ഞു പോകണം. ജാക്കറ്റൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. എങ്ങനെയാ പോകണ്ടത്? ഒരാൾക്ക് വരണം അങ്ങനെയാണോ? അല്ല, 4 പേര് 6 പേർക്കുള്ളതൊക്കെയാണ്. ഇതൊന്നുമല്ല, നമ്മൾ മറ്റേ അവിടെ കയറി ഇതിൽ കറക്കി നമ്മളെ മറ്റേ പെപ്പാറ അതിൻ്റെ അടുത്ത് കണ്ടോളൂ.
ഇത് നമ്മുടെ തൃഫല എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ്. നമ്മുടെ പണ്ടത്തെ തൃഫല ചൂർണം, തൃഫല കൂട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. കാണിക്ക, നെല്ലിക്ക, കടുക്ക ഈ മൂന്നും കൂടെ കുടിച്ചപ്പോഴാണ് തൃഫല ഉണ്ടാകുന്നത്. ആ 3 മരങ്ങളാണ് ഒരു ഫ്ലോറിൽ നിർത്തിക്കുന്നത്. വലിയ മരം, വണ്ണമുള്ള മരമാണ് താനി എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കിലായിട്ട് കടുക്ക, നെല്ലിക്ക എന്ന് പറഞ്ഞ 2 മരങ്ങളും ഉണ്ട്. ആ 3 മരങ്ങളുടെയും കായുടെ തോടുകളാണ് അന്നത്തെ കാലത്ത് കഷായം ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. ഇത് ഇന്ന് ഇവിടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടും വരുന്നവർക്ക് വേണ്ടിയിട്ടും നമ്മൾ കാണാൻ വേണ്ടിയിട്ട് വളർത്തിയിരിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ശ്രീക്കടമ്പ്, നീലക്കടമ്പ് എന്ന് പറയും. പണ്ട് ശ്രീഷൻ ഗോപികുമാരുടെ ചേല കട്ടെടുത്ത് കടമ്പ് മരത്തിൻ്റെ മുകളിലാണ് കെട്ടിടുന്നത്. ഇതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് വളർത്തുന്നതാണ് നമ്മൾ. നമ്മുടെ നേരെ കാണുന്നത് ചൂണ്ടയുടെ കേന്ദ്രമാണ്. ചൂണ്ടയിടാൻ ചൂണ്ടയുണ്ട്, തീറ്റയൊക്കെ നമുക്ക് ഇവിടെയുണ്ട്. ഗീഡിങ് കഴിഞ്ഞ് വരുമ്പോൾ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്ത് നോക്കാം. ഈ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നത് ബേർഡ് സാഞ്ചുറി എന്ന് പറയും. പക്ഷികളെ കാണാനും ഫോട്ടോ എടുക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. ആ കാണുന്ന പബ്ലിക് തോടാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പാടമാണ്. ആ പാടത്ത് പോയിട്ടിൻ്റെ മെതലൊക്കെ സമയമാകുമ്പോൾ ഇഷ്ടംപോലെ പക്ഷികൾ വരുന്ന ഒരു ഏരിയയാണ്. ഇത് നമ്മുടെ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളാണ്. മാംഗോ പൂൾ എന്ന് പറയും. ഒരാൾക്ക് 100 രൂപ സെപ്പറേറ്റ് എടുത്തിട്ട് ആൾക്കാർ സ്വിമ്മിംഗ് പൂളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ സ്റ്റാർട്ടിങ് 4 അടി എന്തെങ്കിലും 7 അടി താഴ്ച കൊണ്ട് വലിയ പൂളാണ്. ഒരു മാംഗോയുടെ ഷേപ്പിലായതുകൊണ്ടാണ് മാംഗോ പൂൾ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള പൂൾ എൻട്രൻസിൻ്റെ എവിടെയാണ്. 2 പൂളിൻ്റെ ടൈം 4:45 വരെയാണ്. പൂൾ യൂസ് ചെയ്യുന്നവർ 1 മണിക്കൂർ മുന്നേ വന്നാലുള്ള പൂൾ 1 മണിക്കൂർ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ ഇവിടെയാണല്ലോ അവിടെയാണല്ലോ പറ്റുന്നത്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ സ്നാക്സ് ബാറുകളുണ്ട്. കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം ഒക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഇത് നമ്മുടെ മരപുരി അല്ലെങ്കിൽ ആറാഞ്ഞിലി എന്ന് വിളിക്കും. അണ്ണം കുറഞ്ഞ ഹൈറ്റുള്ള മരം കണ്ടില്ലേ? ഇത് പണ്ട് സന്യാസിമാരൊക്കെ ഡ്രസ്സ് ഉണ്ടാക്കാൻ വെച്ചത് ആ മരത്തിന്റെ തോലുകളാണ്. വലിയ മരമായി കഴിഞ്ഞാൽ തോല് ഇടിച്ചെടുക്കും. ചതച്ചെടുത്ത് കഴിഞ്ഞാൽ നിലാശ്ശേരി പോലെ മരിഞ്ഞ് കെട്ടണതിന്റെ തോലെന്ന് പറഞ്ഞു. ആ തോല് ഉപയോഗിച്ചിട്ടാണ് പണ്ട് ഡ്രസ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അത് ഈ കാണുന്നൊക്കെ കോട്ടേജ്, വർക്കിംഗ് ആയിട്ടുള്ള കോട്ടേജാണ്. നമ്മൾ മുന്നോട്ട് അതേ മോഡലുള്ള കോട്ടേജുകളാണ്. ഇത് മാംഗോ കോട്ടേജ് എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ റൂമിലിരുന്ന് തന്നെ നമുക്ക് ഫിഷ് ഫീഡിങ് നടത്താൻ സാധിക്കുന്ന കോട്ടേജുകളാണ് കേട്ടോ. ഇവർ കൈപ്പത്തി കണ്ടത് ഇതിന്റെ പേര് ഡയറക്ടേഴ്സ് പഞ്ചായന്റെ കൈ എന്ന് പറയും. നമ്മുടെ ഈ പാർക്കിന്റെ ഡയറക്ടർ സാറിന്റെ കൈയുടെ മോഡലാണ് ചെയ്തിരിക്കുന്നത്. സാറിന്റെ കൈക്കുള്ളിൽ ഇവിടെയുള്ള എല്ലാ മരങ്ങളും സാറിന്റെ കൈക്കുള്ളിൽ സുരക്ഷിതമാണെന്നുള്ള ആ തീം കൊണ്ടാണ് സ്റ്റാച്ച് ചെയ്തിരിക്കുന്നത്. കൈക്കുള്ളിൽ നിൽക്കുന്നത് കാട്ടത്തിയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന അത്തിയല്ല. അതുവരെ നമുക്ക് ഇവിടെ ഈ കാണുന്നതും കോട്ടേജസ് ആണ്. നൈറ്റ് സ്റ്റേ ചെയ്യുന്ന റൂമുകളാണ് കേട്ടോ. ഇത് പാടി കോട്ടേജ് എന്ന് പറയും. ഇതിനുള്ളിൽ 10 കോട്ടേജ് ആണുള്ളത് കേട്ടോ. ശരിക്കും താമസിച്ച ഇവിടെ ഫുൾ ഇങ്ങനെ ഇരുന്നിരുന്ന് കണ്ടിട്ടുണ്ട്. നൈറ്റ് ഫാനോ എ സി ഒന്നും വേണ്ട, തണുപ്പ് നല്ല തണുപ്പായിരിക്കും. സ്വിമ്മിംഗ് പൂളോട് കൂടിയ കോട്ടേജുകളാണ്. അതിനുള്ളിൽ 10 കോട്ടേജ് ഉണ്ട്. ഓരോ കോട്ടേജിനും ഓരോ നെല്ലിന്റെ പേരാണ്. സുലേഖ, ജയ എന്ന പേരിലൊക്കെയാണ് ഓരോ കോട്ടേജുകൾ അറിയപ്പെടുന്നത്. ശിക്കാരക്കോട് സെപ്പറേറ്റ് ശിക്കാരക്കോട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെയാണ് കേട്ടോ. 4:45 വരെ സമയമുണ്ട്. പാർക്ക് ക്ലോസ് ചെയ്യും. 4:45 മുന്നേ എങ്കിലും വരണം. 10-20 മിനിറ്റ് നമുക്ക് റൈഡ് ഉണ്ട്. മുന്നേ നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്കത് തിരക്കാവുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റും. വലിയ തിരക്കില്ല. ടിക്കറ്റ് എടുത്ത ചാർജുകൾ നിങ്ങൾ ആദ്യം ചെയ്ത് തീർക്കും. ഈ കാണുന്ന ഏരിയക്ക് നമ്മൾ വാലന്റൈൻസ് ഗാർഡൻ എന്ന് പറയും. അതായത് നമ്മുടെ പ്രകൃതിയെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ് കാണുന്നത് കേട്ടോ. കാണുന്നത് സിമന്റ് ആണല്ലേ ഈ വേറെ റൂട്ട് ആണോ? ശരി ശരി ശരി. അതായത് പകുതി മനുഷ്യന്റെ രൂപത്തിലും പകുതി മരത്തിന്റെ രൂപത്തിലാണ്. പ്രകൃതി ഇല്ലാതെ മനുഷ്യനും മനുഷ്യനില്ലാതെ പ്രകൃതി നിലനിൽക്കത്തില്ല എന്ന സൂചനയ്ക്ക് വേണ്ടിയിട്ടാണ് സ്റ്റാച്ചു ചെയ്തിരിക്കുന്നത്. താഴെ കാണുന്ന കുട്ടിയെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രകൃതിയെ മനുഷ്യനെയും ദൂരെ നിന്ന് നോക്കുന്ന ഒരു പുതിയ തലമുറയാണ് കൊച്ചുകുട്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ നാൽപ്പാമര വഞ്ചി എന്ന് പറയും. നാൽപ്പാമര എണ്ണ, നാൽപ്പാമര സോപ്പ് എന്നൊക്കെ നമ്മൾ നമ്മുടെ സ്ത്രീകളുടെ ഡെലിവറിക്ക് ശേഷം ഉപയോഗിക്കുന്ന വേദുവളത്തിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ നാൽപ്പാമര കൂട്ടുകളാണ്. ആ 4 പാമര എന്ന് പറഞ്ഞാൽ 4 പാലുള്ള മരങ്ങളാണ് നാൽപ്പാമര എന്ന് പറയുന്നത്. ഈ 4 മരത്തിന്റെ തൊലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 4 മരങ്ങൾ ഒരു വള്ളത്തിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളിതിന് നാൽപ്പാമര വഞ്ചി എന്ന് പേര് കൊടുക്കുന്നത് ആ വഞ്ചിയില് ഷേപ്പില് ഇങ്ങനെ ചെയ്തിട്ട് അതിനകത്താണ് 4 പാമ്പര, ഈ 4 മരങ്ങളാണ് അതിന്റെ തോലിനാണ് ആ പാല്. ഇതുപോലെ ഹട്ടുകളൊക്കെ ഉണ്ട്. ഫ്രീ ആയി കഴിയുമ്പോൾ നമുക്ക് കാറ്റ് കൊള്ളാനും ഡ്രസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഉണ്ട് പ്രായമുള്ള
ഇത് മൊത്തം ഇത് ഫുള്ള് ഒരാളുടെ ഐഡിയ ആണ് കേട്ടോ. തലയിൽ കൂടെ ഓടിയ അടിപൊളി. പലപ്പോഴായിട്ട് പല ടൈമിൽ ചെയ്തു വെച്ചത്. ബിരിയാണി ലീഫ് അല്ലെങ്കിൽ രമ്പയിലെന്നൊക്കെ പറയും. രമ്പയിലയാണ് ആ ഇതൊക്കെ കൈകളുടെ ഇല പോലെ കാണുന്നത് കേട്ടോ. ഇതിൽ കാണുന്ന പടർന്ന് നിൽക്കുന്നത് സർവ്വസുഗന്ധി, ഓൾ സ്പൈസസ് എന്നൊക്കെ നമ്മൾ പറയുക. ഇത് നമ്മുടെ പശകമരം എന്ന് പറയും. അതായത് പണ്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ നിർബന്ധമായിട്ട് മേടിച്ച് പിടിപ്പിച്ചിട്ട് മരമായിരുന്നു. ഇതിന്റെ കായ്കളാണ് പശയ്ക്ക് വേണ്ടിയിട്ട് പണ്ട് ഓഫീസുകളിൽ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. ഹലോ. നവംബർ മുതൽ അങ്ങോട്ട് സ്കൂളിന്റെ ടൈമാണ്. ഓ ശരി ശരി. ഓക്സിജൻ കിട്ടും. ഇപ്പുറത്ത് കാണുന്ന ഒരു കോട്ടേജാണ് കപ്പിൾ കോട്ടേജ്. കപ്പിൾ ഫ്രണ്ട്ലി കോട്ടേജ് എന്ന് പറയും. ഏറുമാടത്തിന്റെ ഷേപ്പിലൊരു കോട്ടേജ്. കപ്പിൾസ് ആണ് ഏറ്റവും കൂടുതൽ. കാണുന്ന ഏരിയക്ക് നമ്മൾ നാളുകളില്ലേ, നാളിലുള്ള മരങ്ങളുള്ള ഏരിയ ആണ്. ഉള്ളിലോടൊക്കെ ചെല്ലുമ്പോൾ കാണാം കേട്ടോ. അതായത് എല്ലാ മരങ്ങളുടെ നേരെ ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ കുറെ മരങ്ങളുടെ പേരുകളുണ്ട്, നാളിന്റെ പേരുണ്ട്, മരത്തിന്റെ പേരുണ്ട്. നമ്മുടെ നാൾമാരെ വേണ്ടി കണ്ടെത്തുന്നത് നമ്മുടെ വീടുകളിൽ സ്വയം നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് നനയ്ക്കുന്നത് നമുക്ക് ഐശ്വര്യമെന്നാണ് പറയുന്നത്. ഈ കാണുന്ന നമ്മളൊരു സ്റ്റാച്ചു വൃക്ഷകന്യക എന്ന പേരിൽ സ്റ്റാച്ചു ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ പണ്ട് മുതലേ യാത്ര പോകുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മത്സ്യകന്യകയുടെ സ്റ്റാച്ചു അല്ലേ. എന്നാൽ മരങ്ങളുള്ള ഏരിയ ആയതുകൊണ്ട് മാങ്കോമടത്തിൻ്റെതായതുകൊണ്ട് ഒരു വൃക്ഷത്തിന്റെ പേരിലാണ് നമ്മൾ ആ സ്റ്റാച്ചു ചെയ്തിരിക്കുന്നത്. അതിന്റെ കഴിഞ്ഞിരിക്കുന്ന മാവിന്റെ കൊമ്പാണ്. മാങ്കോമടത്തിൻ്റെതായതുകൊണ്ട് മാവിന്റെ കൊമ്പാണ്. ചേട്ടൻ നമ്മുടെ സ്വന്തം സ്റ്റാഫാണ്. നമ്മളെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചേട്ടൻ ഫ്ലൂട്ടിൽ പാട്ടൊക്കെ വായിച്ച് കേൾപ്പിക്കും കേട്ടോ. സൈക്കിളൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സൈക്കിളൊക്കെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റൈറ്റ് ഉള്ളത് മാവിൻ തോപ്പുകളാണ്. അതായത് 101 വെറൈറ്റി മാവുകളുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പാർക്കിന് മാംഗോ മഡോസ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മധുരക്കിഴങ്ങ് വെറൈറ്റി മാവ് തൈ കിട്ടുമോ ഇവിടെ? തൈ മേടിക്കാൻ പറ്റൂല്ലേ? നഴ്സറി ഉണ്ടല്ലേ? നമ്മുടെ മധുരക്കിഴങ്ങ് വെജിറ്റബിൾ ഗാർഡൻ ആ സൈഡിലും മാംഗോസ് ആണ് മൊത്തം. മാംഗോ ട്രീസ്. ഇത് നമ്മുടെ പഴുതാരച്ചെടി അല്ല പഴുതാര കൊല്ലി എന്നൊക്കെ വിളിക്കും. ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരമായിട്ടുണ്ടായിരുന്ന ചെടിയാണ്. അതായത് വിഷം കളയാനും പറ്റുന്നതാണ്. നമ്മുടെ കയ്യിൽ പ്രാണി പഴുതാരയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കാലത്ത് ഇതിന്റെ പഴുതാര കടിച്ച് വിഷം പോകാൻ പഴുതാര ചെടി എന്നാണ് അതിനെ പറയണത്. അത് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അരച്ച് തേക്കുക. ഇഞ്ചി നിറച്ച് നട്ടിരിക്കുന്നുണ്ട്. ഇഞ്ചി, കച്ചോലം, ആഫ്രിക്കൻ മല്ലി, കല്ലിച്ചേരി എന്ന് പറയുന്നുണ്ട്, ചങ്ങലം പരണ്ട. ഈ കാണുന്നത് എന്താണ്? ചെങ്ങലം പരണ്ട. ചങ്ങലം പരണ്ട ഒരു മെഡിസിനാണ്, ആയുർവേദ മരുന്ന്. ചെവിവേദനയ്ക്കൊക്കെ ഉപയോഗിക്കും. ആസ്തിരോഗ സംബന്ധമായിട്ടുള്ള അതിൻ്റെ ഉപയോഗിക്കും. അതിൻ്റെ ഇല ചമ്മന്തി അരയ്ക്കാൻ അതിൻ്റെ തണ്ട് ഉപയോഗിക്കും. പപ്പടച്ചീര എന്നൊക്കെ പറയും. ഇതിന്റെ ഇലയും കണ്ടും തോരൻ വെക്കാം. ഈ ഇല കടലമാവിൽ മുക്കിട്ട് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാം. ബജി പോലെ യൂസ് ചെയ്യാം. അയ്യപ്പാന എന്ന് പറഞ്ഞ പായസത്തിനൊക്കെ മെഡിസിനായിട്ട് യൂസ് ചെയ്യാം. മുറുകൂട്ടിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് നമ്മുടെ കറി വെക്കുന്ന നാരകം, കറിനാരകം. ഇത് കറി വെക്കുന്ന കൂർക്ക. ഇത് മധുര തുളസി അല്ല സ്റ്റീവിയ എന്ന് വിളിക്കുന്ന ചെടിയാണ്. ഷുഗർ പേഷ്യന്റ് ഒക്കെ ഏറ്റവും കൂടുതൽ പൊടിയൊക്കെ നമുക്ക് അതിന്റെ ചെടി ഇത്ര ഉള്ളു ചെടി. ഒത്തിരി വലിയ ആവത്തില്ല, ചെറിയ തണ്ടൊക്കെയാണ്. ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇതിന്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറ്റുന്നതാണ്. സ്ഥിരമായി കുടിച്ചാൽ കൊഴുപ്പടങ്ങി മധുര തുളസി എന്നാണ് ശരീരഭാരം കുറയ്ക്കാൻ പറ്റും. അത് സ്ഥിരമായിട്ട് കുടിച്ചാൽ ആ മധുരം കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയും. ഇത് നമ്മുടെ ഇലകളുള്ള മരം കണ്ടില്ലേ, വലിയ മരം. ആ ഇല തോരൻ വെച്ച് കഴിക്കാം, വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ ഉപയോഗിക്കാം. ഈ കാണുന്ന ലൈറ്റ് കളർ ഇല കണ്ടില്ലേ, ഒഴിഞ്ഞിരിക്കുന്ന പാടമൊക്കെ ഇവിടെ ഉള്ളതാണോ? അല്ലല്ല, അതായത് ഇതിന്റെ ഇലകൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ, തോരൻ വെച്ച് കഴിക്കാൻ പറ്റും. നമ്മുടെ BP മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ഹൈ പ്രഷർ ഉള്ളവർക്ക് പ്രഷർ കുറയ്ക്കാനും കുറവുള്ളവർക്ക് അത് നോർമലാക്കാനും നമ്മളെ സഹായിക്കുന്നതാണ് കേട്ടോ. ഇത് വെജിറ്റബിൾ ഗാർഡന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ നിത്യവേദന, പണ്ടത്തെ ചതുരപ്പയർ ഉള്ളതാണ്.
ഇവിടെ കാണുന്ന അത്യാവശ്യം നമുക്ക് ഇവിടെ ഉള്ള സീസൺ അനുസരിച്ച് ഇവിടെ കിട്ടുന്ന പച്ചക്കറികളൊക്കെ നമുക്ക് എൻട്രൻസിൻ്റെ അവിടെ സ്റ്റാളുണ്ടാവും. നമ്മുടെ കയറ് നടന്നാണ് ചേച്ചിമാരുണ്ടാക്കുന്നത്. എന്നും തിരിച്ച് വരുമ്പോൾ നമ്മളൊക്കെ വരാറുണ്ട് പോകുന്ന വഴിയെ നമുക്ക് വരുമ്പോൾ കാണാൻ പറ്റും. നമ്മുടെ ആലുമാവ് നിൽക്കുന്ന കറിയാണ് ആൽമാവ് കറിയാണ്. കരകൗശല വസ്തുക്കൾ മുളകണ്ടുള്ളതൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ അവിടെ സ്റ്റാളുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ മൺകലം മൺപാത്രം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ചേട്ടൻ ഉണ്ടാക്കി കാണിച്ചു തരും. ഇതമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ, ചേച്ചി വരുമ്പോൾ ചെയ്താൽ മതി. നേരത്തെ ചെയ്ത് വെക്കുവാണെങ്കിൽ വൈകുന്നേരം പോകുമ്പോൾ കൊണ്ട് ഇറങ്ങാൻ ടൈം ആകുമ്പോൾ ഉണങ്ങി കിട്ടും. അത്യാവശ്യം വേറൊന്നിനും ഉപയോഗിക്കുമ്പോൾ ചെറിയ ഫ്ലവർ വേസ്റ്റ് പോലെയൊക്കെ യൂസ് ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ ആദ്യം ചെയ്യും. പേയ്മെന്റ് കൊടുത്തതൊക്കെ ഡ്രൈവുകളും ഇതുപോലുള്ളതൊക്കെ ആദ്യം ചെയ്ത് വെക്കണം. 5 മണിക്ക് പാർക്ക് ക്ലോസ് ചെയ്യും. നമ്മൾ മറന്ന് അതിലൊക്കെ ടിക്കറ്റ് കയ്യിലിരുന്നാലും മറന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് റീഫണ്ട് ചെയ്യത്തില്ല. റൈഡുകളൊക്കെ നമ്മുടെ ടിക്കറ്റിനുള്ളതാണ്. ടൈമിനോടാണ്. നമ്മൾ പോകുന്ന ഒരു ഫാമിലിക്കാണ്. കുറച്ച് പക്ഷികൾ, കോഴി, താറാവ്, ആട്, എങ്ങും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഫാം ഏരിയയാണ്. നാടൻ കോഴി, കരിങ്കോഴി, പട്ടിയുടെ പട്ടിയുണ്ട്, ലാബ്, അടിപൊളി കുട്ടികളുണ്ട്. അതിൻ്റെ ഉള്ളിൽ അങ്ങേയറ്റം കാണുന്ന എമുവാണ്. പക്ഷിയുടെ കൂട്ട് തന്നെ വലിപ്പമുള്ള പക്ഷിയാണ് എമു എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത അതിൻ്റെ പെൺപക്ഷി മുട്ടയിട്ട് ആൺപക്ഷി അടയിരിക്കും. പച്ച കളറിൽ വലിപ്പമുള്ള മുട്ടയാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യമൊക്കെ മുട്ട ഇടാറുണ്ട്. ആ മുട്ട നമുക്ക് 3-4 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റും. വലിയ മുട്ടയാണ്. 1500 രൂപയൊക്കെയാണ് ഒരു മുട്ടയ്ക്ക് നാണയം. അത് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനമാണ് ഈ എമുവിനുള്ളത്. ഒട്ടകപ്പക്ഷിയാണ് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത്. 2ാം സ്ഥാനമാണ് ഒരു ഓസ്ട്രേലിയൻ. അമ്മായിയുടെ ഇരിപ്പുണ്ട്. ഓസ്ട്രിച്ച് എഗ്. അമ്മായിയുടെ ഓസ്ട്രിച്ച് എഗ്. ഓസ്ട്രിച്ച് അല്ല, അതിനകത്ത് ഇതെല്ലാം ക്ലീൻ ചെയ്ത് ചെറിയ പശു അത്രയും ഇത് നമ്മുടെ നാടൻ പശു. വണ്ടിക്കാള ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അതാണ് ഈ പാലാണ് നമ്മൾ നമ്മുടെ നാടൻ ചായക്കടയിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു ചായ കുടിക്കണം. നല്ല ചായ, സമാവുള്ള ചായ, നല്ല ചായ. ഇവിടെ എനിക്ക് ഇനിയും വരണം. ഇഷ്ടപ്പെട്ടു. നിന്നെ വിട്ടിട്ട് പോവാം. എന്നെ വിട്ടിട്ട് പോവാ. ടിക്കറ്റിന് 1/2 മണിക്കൂർ സൈക്കിൾ, 1/2 മണിക്കൂർ ഗവൺമെന്റ് എടുക്കാൻ വരുമ്പോൾ നമ്മുടെ പേര് പറഞ്ഞ് സെക്യൂരിറ്റി പേയ്മെന്റ് ഉണ്ട്, അത് അടച്ച് ടോക്കൺ എടുക്കുക. സൈക്കിൾ എടുത്ത് കൃത്യമായിട്ട് ആ പറഞ്ഞ ടൈമിൽ തന്നെ തിരിച്ചേൽപ്പിച്ച് കഴിയുമ്പോൾ പേയ്മെന്റ് റിട്ടേൺ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വലിയ ബോൾ പോലെ ഒരു കായ കാണാം മരത്തിലായിട്ട്. തിരുവട്ടക്കായ മരത്തിലുണ്ടാകുന്ന ഒരു കായാണ്. അതിന്റെ പേര് തിരുവട്ടക്കായ അല്ലെങ്കിൽ കലാഭാഷ എന്ന് വിളിക്കും. ശ്രീബുദ്ധൻ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പാത്രം പോലെ വെച്ചിട്ട് കായുടെ തോടുകളാണ്. ഇതിന്റെ തോടാണ് ശ്രീബുദ്ധൻ പണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാത്രമായിട്ട് യൂസ് ചെയ്തിരുന്നത്. മുറിച്ച് കഴിയുമ്പോൾ അതിനുള്ളിൽ പൾപ്പുണ്ട്, ചെറിയൊരു ദ്രാവകമുണ്ട്. അത് കളഞ്ഞിട്ട് അതുകൊണ്ട് വിദേശികളൊക്കെ ആ പൾപ്പാണ് മദ്യം പരിസരത്തിലൊക്കെ ഉപയോഗിച്ചത്. പിള്ളേരുടെ സൈക്കിൾ ഇവിടെ മുഴുവൻ ചുറ്റാമോ? ആ, എല്ലായിടത്തും പോകാം. നമ്മുടെ കോട്ടേജ് എന്ന് പറയും കേട്ടോ. കോട്ടേജാണ്. നൈറ്റ് ചെയ്യുന്ന റൂമാണ്. ഒരു കോട്ടേജാണ്. ഫുൾ ഫാമിലി ആയിട്ട് വരുമ്പോ എല്ലാവർക്കും കൂടി സ്റ്റേ ചെയ്യാൻ. ഇത് നമ്മുടെ തുറന്ന ബൈബിളിന്റെ സ്റ്റാച്യു. ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ ശില്പമാണ് കാണുന്നത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ ശില്പം. അതിന്റെ ഉള്ളിൽ ബൈബിൾ സസ്യങ്ങളും ചെടികളൊക്കെ അതിന്റെ ബാക്കിലായിട്ടുണ്ട്. ബൈബിൾ വായിക്കാനുള്ള സ്ഥലമുണ്ട്. ബൈബിൾ വായിക്കാനുള്ള സ്ഥലമുണ്ട് അതിനകത്ത്. സെന്റർ, കൺവെൻഷൻ സെന്റർ, നേരെ വലിയ ഗ്രൂപ്പൊക്കെ വരും. പ്രോഗ്രാമുകൾ നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അത്
അത് ഏജിയം കൗണ്ടറാണ് കേട്ടോ. തീമിന് കുട്ടസിന്റെ ആഗ്രഹമൊക്കെ ഇല്ലേ, അവരുടെ തീമിൽ ചെയ്തേക്കുന്നതാണ്. അത് തുറന്നു കഴിയുമ്പോൾ ഓപ്പൺ ആയി കഴിയുമ്പോൾ തീം എന്ന് പറഞ്ഞാൽ തുറന്നു കഴിയുമ്പോൾ മായാവിയുടെയും കുട്ടൂസിന്റെ ഒക്കെ സൗണ്ട് ആ ATM-നകത്തെ കുട്ടൂസിന്റെ മായാവിയുടെ ഒക്കെ സൗണ്ട് ഒക്കെ അങ്ങനെ തീം ATM. അതെ 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 കൊമ്പില്ല അവർക്ക്. നേരത്തെ പറഞ്ഞല്ലേ. ശരി ശരി ശരി. ഓ ഇത് മൊത്തം 32 ഏക്കർ അല്ലേ? 30 ഏക്കർ. നമ്മുടെ കേവിന്റെ എൻട്രൻസ് നമ്മുടെ നീലക്കൊടിവേലി കണ്ടില്ലേ, ആ അതിന്റെ. ഓ ഇപ്പറേ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ ആർച്ചറിയാണ്. ഷൂട്ടിങ് അമ്പയത്ത് ട്രാംപോലൈൻ ഇതെല്ലാം നമ്മുടെ ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡാണ്. ചെറിയ കുട്ടികൾക്ക് സ്കൈ ബലൂണ് ബോൾ പൂളൊക്കെ ഉണ്ട്. വലിയവർക്ക് ഗണ്ണുണ്ട്, അതായത് അമ്പയത്തും ആർച്ചറി ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്. അല്ല അത് എല്ലാവർക്കും നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചായക്കട. ഇത് ഇതേ കുറച്ച് പരിചയമുള്ള ആൾക്കാർ ആ ഇല്ലോ എവിടെ കണ്ട പോലെ കഴിഞ്ഞ ഞങ്ങളൊരു 5 മിനിറ്റ് ഇപ്പം 5 മിനിറ്റ്. ടാറ്റാ ബൈ ബൈ. പോവല്ലേ, വിട്ടിട്ട് പോവല്ലേ. എൻട്രൻസ് ഏരിയ ആണ്, റെസ്റ്റോറന്റ് ഏരിയ. നമ്മുടെ പരശുരാമൻ മഴ പറയുന്ന സ്റ്റാച്ചു. പരശുരാമൻ മഴ പറയുന്ന സ്റ്റാച്ചു. ഇത് നമ്മുടെ കാവും കുളവും എന്ന് പറഞ്ഞൊരു തീമുള്ള ഒരു ഏരിയ ആണ്. അമ്പലക്കുളക്കടവ്. ഇത് നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിതമായ സർപ്പക്കാവാണ്. സർപ്പക്കാവിൽ കാണുന്ന മരങ്ങളെല്ലാം വെച്ചുപിടിപ്പിച്ച് അതുപോലെ തോന്നിക്കുന്ന ഒരു ഏരിയ ഉണ്ടാക്കിയിട്ടാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മുടെ രാമായണം മഹാഭാരതം പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് കാവായാൽ ഒരു കുളം വേണമെന്ന് നിർബന്ധമാണ്. അങ്ങനെയാണ് ഓപ്പോസിറ്റ് നമ്മളൊരു അമ്പലക്കുളം കുളം ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് ആരും നിർമ്മിച്ചെടുത്തതല്ല, ഇത് നമ്മൾ നിർമ്മിച്ചെടുത്തതാണ് ഈ പാർക്കിന്റെ ഭാഗമായിട്ട് കേട്ടോ. ന്യൂവർക്കിന്റെ രുദ്രാക്ഷം വരും. ഏതാണ്? രുദ്രാക്ഷം ഉണ്ടാകുന്ന മരം. മരങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നുണ്ടോ? ഓ ശരി ശരി ശരി. കായകളുണ്ടാകുന്ന അതിലാണ്. വന്നാൽ നമ്മുടെ പബ്ലിക് ടോയ്ലറ്റ്. ഇവിടെ ഒരു ടവറുള്ള ഒരു ഏരിയ ഉണ്ട്. അതായത് ഈ സ്റ്റെപ്പ് കയറി 6 നിലയാണ്. നമുക്ക് ലിഫ്റ്റ് ഒന്നുമില്ല, സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലണം. അതായത് 6 നിലയുണ്ട്. നമ്മുടെ പാർക്കിന്റെ മുഴുവനായിട്ടുള്ള വ്യൂ നമുക്ക് അതിന്റെ ബാങ്ക് ബോളസിന്റെ കായത്തിന്റെ ചെടിയാണ് കേട്ടോ. കമ്പാലത്ത് ചേർക്കുന്ന കായത്തിന്റെ മരം. തൊട്ടിപ്പുറമുള്ള ഊതുമരം, അത്തറും പൊട്ടിമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഊതുമരം. അതിൻ്റെ കറയാണ്. അതായത് 20 വർഷമായിട്ടുള്ള മരങ്ങളൊരു സംഘത്ത് ബാധിച്ച് വരുമ്പോൾ ഒരു ബ്ലാക്ക് പോർഷൻ ഉണ്ടാവും. ആ ബ്ലാക്ക് പോർഷൻ പ്രസ് ചെയ്തിട്ടാണ് അവർ അത്തറും പൊട്ടുമായിട്ട് നമ്മുടെ നാടുകളിൽ എത്തുന്നത് കേട്ടോ. തൊട്ടപ്പുറം ഫ്ലോറിൽ കാണുന്നത് കുന്തിരിക്കമാണ്. നമ്മൾ പള്ളിയിലൊക്കെ ഉപയോഗിക്കുന്ന കുന്തിരിക്കം കേട്ടോ. പള്ളിയിൽ നമ്മുടെ ഗൈഡിങ് ഇവിടെ വെച്ച് കംപ്ലീറ്റ് ആയി. നമ്മൾ ഒരു ശാക്കരായിട്ട് അവിടെ കാണുകയല്ലേ, അങ്ങോട്ട് ഉണ്ടാക്കിയാൽ പോലെ. അതെ അതെ അതെ. 30 കഴിഞ്ഞ എത്ര പെട്ടെന്ന് ഗൈഡിങ് അരമണിക്കൂർ ആണല്ലേ? ഓ ശരി ശരി ശരി. പോകത്തേ ഉള്ളൂ. അതായത് പോകുന്ന വഴികളിൽ അത്യാവശ്യം സ്ഥലങ്ങൾ കാണിച്ചു തരും. ഓ ശരി ശരി. നടന്നു പോകുവാണെങ്കിൽ നമ്മൾ നടക്കുന്ന പോലെ 1.5 മണിക്കൂർ. 1 മണിക്കൂറാണ് ഗൈഡിങ്ങിന്റെ ടൈം എന്ന് പറയുന്നത്. 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ നടക്കുന്ന പോലെ ഇരിക്കും. ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ ആവും. അല്ല ഈ 30 ഏക്കർ പറഞ്ഞ പോലെ ഞാൻ കുറെ റോഡുകൾ മാത്രം 30 ഏക്കർ ഉണ്ടെങ്കിലും അതിന് ബാക്കി റൈഡ് അതൊക്കെ. റോഡാണല്ലോ ഈ 6 കിലോമീറ്റർ. ശരി ശരി ശരി. പോകുമ്പോൾ അത്രയും ദൂരം. ഓ ശരി ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ. നടന്നല്ലേ പോണേ? നടന്നു പോകുന്ന പോലെ തന്നെ നടന്നു പോകും. നടന്നു പോയി കുറേ ടൈം ഉണ്ട്. ഓ കറക്റ്റ് ടൈം എടുക്കും. ഓ പോകാൻ താല്പര്യമില്ലാത്തവർ നടക്കാൻ പറ്റിയവർക്കാണ് നമ്മൾ അരമണിക്കൂർ കൊണ്ട് തീർന്നു കഴിഞ്ഞാൽ ഫ്രീ ആകാം, പെട്ടെന്ന് ഫ്രീ ആകാം. എന്നിട്ട് ആ റൈഡിലൊക്കെ പോകാൻ പറ്റും. ഓ ശരി ശരി ശരി. അതിനുള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പിന്നെ തന്നിരിക്കുന്ന ഫുഡിന്റെ ടൈമിൽ തന്നെ റെസ്റ്റോറൻറ്റിൽ ചെല്ലുക. പേയ്മെന്റ് ഒക്കെ അവർ ചെന്ന് കഴിയുമ്പോൾ സമയം തന്നിരിക്കുന്നതാണ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. പണ്ടത്തെ കട കഴിഞ്ഞ. ഓക്കെ താങ്ക് യു.
താങ്ക്സ്. ശരിയാ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, വെൽക്കം. അതാ കയറാൻ പറ്റുമോ? വാവ്, വണ്ടർഫുൾ. ഇവിടെ ഇരിക്കാം. ഇവിടെയാണ് കയറണ്ടേ? ഇല്ല, ഇവിടെയാണ് കയറണ്ടേ? എവിടെയാണ് കയറണ്ടേ? കയറി. ഓ ശരി ശരി. നോക്കി ചാടല്ല, ഞങ്ങൾ എടുത്തോണ്ട് പോയി. ഉണ്ട്. ഇവിടെ അവിടെ ഇരിക്കാം. അല്ല, ഇവിടെ ഇരുന്ന അങ്ങനെ. ഓ വീട് കാണാം. അതൊക്കെ അതെ അത്ര അത്രേ ഉള്ളൂ. അത് കൊള്ളാം. കൊള്ളാം. ഇല്ല ഓ ഇല്ല വേണ്ട ഫോട്ടോ എടുത്തില്ല. ഓക്കെ ശരി. പൈസ ഇല്ല, ഞാൻ നോക്കിയില്ല. അവിടെ നിന്നാ മതി, കാലെത്തും. വേണ്ട. ഇനി എങ്ങനെ ഇറങ്ങും? ഒന്നില്ലടാ, ഓക്കെയാണ്. അത്രേ ഉള്ളൂ. രണ്ട് കാക്കാലിടാ. അത്രേ ഉള്ളൂ. എടാ വേദനിക്കൂടെ? പിന്നെ കാല് വേദനിക്കും. വീഡിയോ എടുത്ത് അവള് കാണാമല്ലോ. ഓക്കെ അത്രേ ഉള്ളൂ.
ഓഹോ കേറാം. ഹരിച്ചേട്ടൻ കയറിയാ? ഹരിച്ചേട്ടൻ ആദ്യം കയറി. ഇത് ഓഫായാ? ഫോട്ടോ എടുക്കാം. ആ വെരി ഗുഡ്. ഞാനിനി ചെളി പോ. ഇല്ല കയറി ഒരു പ്രാവശ്യം കയറി നോക്കാം ഏതായാലും. എന്നിട്ട് ആ അതെ അതെ ആ ഇവിടെ കയറിയിട്ട് അതെ 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 ആ അത്രേ ഉള്ളൂ. ആ പോട്ടെ. ഫോട്ടോ കിട്ടിയാ? ഫോട്ടോ കിട്ടി. ഓക്കേ അങ്ങനെ ചക്കായ Yes. കടി കടി അടിക്കും പക്ഷേ ആ വീട്ടില് വയർത്തെടുത്ത് പിന്നെ ഉറപ്പായിട്ടും ഡാഡിയുടെ കൈ മാറ്റി കൊടുത്തില്ല അത് കൈ മാറിപ്പോയി. അത് 36K ആയിരുന്നു. എത്രയോ ആൾക്കാർ കണ്ടു. അത് ഞാനത് പ്രത്യേകം ഞാൻ ആ മറ്റേ ഇരുന്ന് വായിക്കാൻ പോകുന്നു. എങ്ങനെയുണ്ട് പറ? സൂപ്പർ അടിപൊളി. ചേട്ടാ ഇരിക്കൂ. നീ പോയി ഞാൻ കുറച്ച് എടുക്കട്ടെ. നീ ഇരിക്കേ അതായാലും ഇരിക്കേ. കഴിച്ചോ?
എടുക്കാം അല്ലേ? ഓ എടുക്കാൻ പറ്റും. അതെ അതെ. പിന്നെ ഈ ബാക്കി മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? മെയിൻറ്റെയിൻ ചെയ്യണം. പാടില്ല. കൊള്ളാം. അതാണ് നൈറ്റൊക്കെ ഫാനൊന്നും വേണ്ടല്ലേ റൂമിൽ സ്റ്റേ ചെയ്യുമ്പോൾ. നൈറ്റ് ഇവിടെ 5 മണിയാകുമ്പോൾ തീരും. സ്റ്റേ എങ്ങനെയാണോ? അപ്പോൾ സ്റ്റേ ഉള്ളവർക്ക് ഇവിടെ ഇറങ്ങി നടക്കാം. എന്തോ അറിഞ്ഞു. ലൈറ്റൊന്നും ഇല്ലല്ലേ ഇവിടെ? ലൈറ്റില്ല. ആ അതാണ്. മനസ്സിലായോ? വാട്ടർ ATM ഉണ്ട്. 1 ലിറ്ററിന്റെ 5 രൂപ, 1 ലിറ്ററിന്റെ 10 രൂപ. പക്ഷെ ബോട്ടിൽ ഉണ്ടായിരുന്നു. അതിൽ കോയിൻ ഇട്ട് കഴിയുമ്പോൾ വെള്ളം അത് കണ്ടേക്ക്. വാട്ടർ ATM ഉണ്ടെന്ന് ഇവിടെയാ? ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ പൈസ ഇടുമ്പോൾ ബോട്ടിൽ വെള്ളം കിട്ടുന്ന. ബോട്ടിൽ കിട്ടൂല, ബോട്ടിൽ നമ്മൾ കൊണ്ടുപോകണോ? അപ്പോൾ ഇവിടെ റെക്കോർഡ് സംഭവം ഉണ്ട്. റെക്കോർഡിങ് അല്ല. അമ്പലത്തിരുമുറ്റത്തൊരുമിച്ചിരുന്നു കഥകളി മുദ്രകൾ കണ്ടു കൺകൂമ്പിയ ചേങ്കിലയൊച്ചയിൽ ഞെട്ടിയുണർന്നൊരാരാവുകൾ ഒട്ടുറങ്ങ കുരുപ്രാളരാവുകൾ പൂവിട്ടൊരുത്സവരാവുകൾ രാവുകൾ ഭംഗികൾ പാടിപ്പുകഴ്ന്നതു നിന്നെയോർത്തെന്തിനോ മൂടിയ നാളുകൾ കായലിൽ കേവഞ്ചിയൊന്നുവോർ പാടുന്ന പാട്ടിനെയോർത്തെന്തിനോ മൂടി പൊന്നായ നിന്നേറും നിന്നുടൽ വാട്ടുന്ന ചൂടിനെ നാളുകൾ നിന്നുടൽ വാട്ടുന്ന ചൂടിനെ ചൂടിനാൽ വെല്ലുന്ന വീണ്ടും തരൂ എന്റെ ആത്മീയ ദിനങ്ങൾ വീണ്ടും അവളവിശകൾ വീണ്ടും തരൂ എന്റെ ആത്മീയ ദിനങ്ങൾ വീണ്ടും തരൂ നിന്റെ നിരാദ്രം കൺകളിൽ നഷ്ടദൗത്യത്തിന്റെ ദുഃഖവുമായി ഞാൻ ഒരു മേഘവും യക്ഷനും പാവം നഷ്ടദൗത്യത്തിന്റെ ദുഃഖവുമായി ഞാൻ നിൽക്കുന്നു ഭക്താശ്രുതൂവുന്ന നായികയെ തേടി വന്നു പാവം കവിയും ഏകനാണ് എന്നാ വിരഹിണിയാണ് മൃതദേഹം വിളി കേൾക്കുകില്ലെങ്കിലും ബന്ധുഖേദമതിനെ വിളിച്ചു കേഴുന്നു എന്റെ ശബ്ദം നിന്റെ ചിപ്പി തുറന്ന് അതിനുള്ളിൽ വീഴാത്ത നീർത്തുള്ളിയായി മാഞ്ഞു അതിനുള്ളിൽ വീഴാത്ത നീർത്തുള്ളിയായി മാഞ്ഞു പ്രണയ കഥയിലെ പെൺകിടാവേ എന്റെ കടിഞ്ഞു പ്രണയ കഥയിലെ പെൺകിടാവേ ഓറോ മോഹിച്ച കണ്ണിന്നു പൊൽക്കണിപ്പൂക്കളും ദാഹിച്ച ചുണ്ടിന്നു മൽത്തേൻ കനികളും മീതിച്ചു കൈകൂപ്പി വൈശാഖ കന്യക മീതിനി തന്നടത്തും മീതിച്ചു കൈകൂപ്പി വൈശാഖ കന്യകവേ പാഴ്ചെടിയും കടിഞ്ഞൂൽ കനിയെ തോളിലേറ്റി നിന്നാഹ്ലാദ നൃത്തം ഈ ഷേപ്പാണ് കേട്ടോ. ആ ഷേപ്പല്ല, അതിനെങ്കിലും കൂടെ ഇച്ചിരിയും കൂടെ നല്ല ഭംഗിയുള്ളത്. ചേർന്നു കുഞ്ഞുമോൻ കോമൽ തളിർവിരലുണ്ടുമീണയിൽ ഏതോ കരങ്ങളിടയ്ക്ക് ചൂടേറും ഓരോന്നിതുപോൽ തിടുക്കം പറഞ്ഞ നിന്നു പൊടുന്നനെ എന്നിലെ ഫോട്ടോ വരമ്പിൻ ചെരുവിലൂടെ ജേതാവായി നിൻ മുന്നിലെത്തവേ ഒന്നെനിക്കൊന്നു നിനക്കെന്നിട്ടൊരെണ്ണമെന്നാ വലിക്കവേ കുഞ്ഞുമോനിഷ്ടാവുമെന്നോതി നിന്റെ കൈക്കുമ്പിളിൽ തന്നെ ഒതുക്കി മനോഹരി
എത്ര വേഗം വീണ്ടും ഓമനെ നിന്നിലെ കൊച്ചു കുസൃതി വീണ്ടും ഓമനെ നിന്നിലെ തെന്നലിൽ ഞാറുകൾ ആരൊറ്റ അതിന് അച്ചടിന് പറഞ്ഞത് അയ്യോ വരുക ഭർത്താവിന് എന്താ പൊരുത്തം മീൻചട്ടി ഉണ്ടാക്കാം ചിലമ്പിന്റെ താളത്തിനൊത്തെഴുന്നള്ളിയത്തിൽ പൊതിഞ്ഞൊരു ജീവിയും നമ്മെ കടന്നുപോയി അതിന് വിളക്ക് കത്തിക്കാൻ ചെത്തിപ്പഴങ്ങൾ മയിൽപ്പീലികൾ വളപ്പൊട്ടുകളാലുമേ പിഞ്ചു ഹൃദയങ്ങൾ കെട്ടിപ്പടുത്തതാം ഉൾക്കണ്ണുകളാൽ സഖിയോ വീണ്ടും ഈ ങ്ങളാലുമേ പിഞ്ചു ഹൃദയങ്ങൾ കെട്ടിപ്പടുത്തതാം അഞ്ചിത സൗഹൃദ കേളി ഗൃഹങ്ങളെ ആദരമാകും ഉൾക്കണ്ണുകളാൽ സഖി എന്നാൽ അരക്കില്ലമെല്ലാം എരിഞ്ഞുപോയി ഇന്നതിൻ ധൂമസുഗന്ധമാണോർമ്മകൾ നീ നുകർന്നാലും അതെന്നും എന്നാൽ അരക്കില്ലമെല്ലാം എരിഞ്ഞുപോയി എന്നുള്ളിലും നീലമീരവിൽ പൊതി നേടിയ ഭാഗ്യങ്ങൾ വഞ്ചിതടിക്കുന്ന തൊടികളും കാവും കളരിയും ആമ്പൽ കുളങ്ങളും എന്റെ ഉൾനാട്ടിനഴകുകളോർത്തു ഞാൻ പാടവും പണ്ടൊരു നിശ്ചല ജീവിതം കാട്ടും ഗീതം അലയടിക്കുന്ന തുടികളും നാട്ടിനഴകുകളോർത്തു ഞാൻ കണ്ടു നാം പൊന്നിളവയിലണിനാം ഇമ്മണൽ തട്ടിലപ്പൊൽ തിരുവോണ നിലാവുന്ന സഖ്യൻ ഉദാരകരങ്ങളാലേകും പ്രഭാതം മുതൽ ഇന്നോളം ആദരാലായി ജ്യോതിസിലേക്കു നയിക്കാം കൃത്യൻമിടിപ്പുകൾ നിത്യം പോയി നിന്മനം ഓർത്തു ഞാൻ സങ്കര നൃത്തം തിമിർത്തതമ്മ പൊട്ടിക്കരഞ്ഞൊരാ മാഘമക തിരുനാളുകളെ തത്വവിചാര മധുരമാം ഗീതികൾ അമ്മ വീരപ്രസുവായി പോരാ മാഘമക തിരുനാളഞ്ഞു നീ കേട്ടു നാം പൂർണ്ണതാ ഗൗരവായ കാര്യങ്ങളിൽ ആദന സംസ്കൃതി തൻ സ്വരമാ ഒത്തു പഠിക്കെ ഇസ്ലാമിൻ കുരുന്നുകൾ പണ്ടു പക്കുന്നു കായ്ക്കുന്നിതെല്ലാറ്റിനും നിലം എല്ലാം വളരും ക്ഷയപത്രത്തിൽ നിന്നു നിലം മോനയുണർത്തിയൊന്നുമ്മ വച്ചോതവേ മോനുമാമൊന്നു അന്നേരമായി നീ കുഞ്ഞുമോനയുണർത്തിയൊന്നുമ്മ വച്ചോതവേ വെച്ചു നീ ഭൂമി തൻ ഉപ്പു നുകർന്നു നീ പൈതലേ ഭൂമി തൻ നീ മറക്കായിക പക്ഷേ ഒരമ്മ തൻ നെയ്യിൽ നിന്നുണ്ട മധുരമൊരിക്കലും നീ കണ്ടില്ല എങ്കിലും പിന്നെയും കണ്ടു നാം പുണ്യനിളാ അവതാരമുണ്ടെങ്കിൽ ഇനിയും ഒരവതാരമുണ്ടെങ്കിൽ ജനപദമാകെ അവിലമർഷം പൂണ്ടൊരനുജാതരരികിൽ അതിശക്തരവർ സവ്യസാക്ഷികൾ അകമെരിഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ ഇനി എന്തു ചെയ്യേണ്ടുവെന്നറിയാകുടികൾ എവിടെ നിന്നോ കൃഷ്ണ ഇനിയും അവതാരമുണ്ടെങ്കിൽ കൃഷ്ണ ഇവരെ പാടിയുണർത്തേ ജീവൽ പ്രവാഹിനിയാകയാ ചൊല്ലി മർത്യരെ കൊല്ലു കരിഞ്ചേര പോരാ എന്നതിയ കാമധേനുക്കളെ ഇവിടെ ഇഞ്ചിഞ്ചായി കശാപ്പു ചെയ്യോരുടെ ചിരി കേട്ട് അവിടത്തെ ആദ്യ ഭൂമി പടരുന്നു എത്ര മണിക്കാ പോകുന്നത്?
ഇതിനൊക്കെ അറുതി വരുത്തുവാൻ അവിടന്നു യദുകുലം തന്നിൽ പിറക്കി വകയുമില്ലാത്തോ നിൽക്കുന്നു ഒരു പിടി അവിലുമില്ലിവരുടെ വാഴ്വിലോ വിച്ചവസാനം അറവിനുരുക്കളായി തീൻ പ്രസാദം അമൃതപ്രസാദമായി തീരും പല തിരുനാമത്താൽ അവിടുത്തെ നാശം വരിക്കുന്നു പലതെന്നു വിപ്രന്മാർ പറയുന്നു കടലിനു മക്കരെ വാഴുന്നു ഒരിടത്തേക്കവർ തന്നയക്കും ഉയിരിൽ ഉത്ഫുല്ലമാം ഗോത്രങ്ങളെ കേട്ടി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഗോകാട്ട്. 500 എഴുതിയിട്ടുണ്ട് കേട്ടോ. വരുമ്പോൾ അതേപടി ടോക്കൺ ഉണ്ട്. ടോക്കൺ ഇത് കാണിയാണ്. ഇത് പോയി എടുക്ക. 5 എടുക്കാം. 500 ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എടുത്തു നോക്കാം. ഇരുന്ന് നോക്ക. ഇതിന്റെ ചുറ്റും ഇവിടെ എത്ര എവിടെ വേണോ പോവാ അതിനകത്ത് ആരും ഒന്നും പറയില്ല. ദേ ഒരാളെ ബാക്കി ഇരുത്താന്നുണ്ട് കേക്ക് അതെടുത്താ പോരെ. രണ്ടുപേര് പുറകെ ചവിട്ടാൻ, രണ്ടുപേര് ഫ്രണ്ടിൽ. അല്ല രണ്ടുപേര് ചവിട്ടു. അപ്പൊ ഹരിയേട്ടാ ആ അവനെടുത്തു. ബ്രേക്ക് ചെയ്താ ഇങ്ങോട്ടല്ല വെളിയിലോട്ടല്ലേ കാണിക്കണം. ഇതില്ലേ വെളിയിലോട്ട്. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണതാ. ഫ്രണ്ടിലോട്ടും കയറ്റി കാട്ട് നെറ്റായോണ്ട് എല്ലായിടത്തും വരും. അത് സാരമില്ല, അതുകൊണ്ടൊന്നും സംഭവിക്കില്ല. നീ ധൈര്യമായിട്ട് തള്ള 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 എങ്ങോട്ട് എങ്ങോട്ട് അങ്ങോട്ടാടാ ഇങ്ങോട്ട് അങ്ങോട്ടല്ല ഇങ്ങോട്ട്. പോയിട്ടിങ് വരണേ. ബ്രേക്ക് അറിയാലോ, കൈ കൊണ്ട് ചേർന്നത്. ബ്രേക്കിന്റെ ആവശ്യമില്ലേ? ഇത് ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയാ. എടാ അങ്ങനെ പോയി ലെഫ്റ്റ് എടുത്താൽ ഒരു റൗണ്ട് കറങ്ങി ഇങ്ങ് വരാം കേട്ടോ. അരമണിക്കൂർ ഓട്ടിക്കാം. ഫോട്ടോ കിട്ടിയായിരുന്നു. വാ വാ ഫുൾ റൗണ്ട് നടക്കണ്ട. മാത്രം മതി. ചവറില്ലേ? എന്നാ പിന്നെ നിങ്ങൾ വേറെ വേറെ എടുത്തോ. ഇനി ഞങ്ങൾ കൂടെ കയറുമ്പോ എങ്ങനെ അനങ്ങും? ബ്രേക്കില്ലാത്ത വണ്ടിയാണ് നീ മാറി. ബ്രേക്ക് എവിടെയാണോ? സ്റ്റിയറിംഗ് വലിക്കണ്ട. അത് അനങ്ങൂല. മമ്മി ഇരുന്നോ? ഡാഡി ഡാഡി ഇരുന്നോ? ഇരിക്കാൻ ഇരിക്കോ? ഇരിക്കോ ഡാഡി? കുറച്ച് ഇരുന്നിട്ട് ഞാൻ ചോട്ടാൻ പറ്റുമോ? വേഗം ഇരിക്കും. അരമണിക്കൂർ സമയമുള്ളൂ ഡാഡി. വണ്ടി വരണുണ്ട്. മാറി വഴിന്ന് മാറട്ടെ. ഇങ്ങോട്ട് പുഷിപ്പ് വരണോ? അതാണ്
അല്ല മറ്റേ കാളെ വേഗം അടിച്ചടിച്ച് ചോട്ടപ്പെടുന്നുണ്ട് അപ്പോ ലെഫ്റ്റ് ലെഫ്റ്റ് ഓടിക്ക് ഓടിക്ക്. വണ്ടി തിരിയുമ്പോ സീറ്റേ തിരിയുന്നത്. റെഡി പോട്ടെ. തളർന്നാ രണ്ടുപേരും. രക്ഷിക്കാൻ ഓടി വരടി. സൈക്കിളിൽ കറിഞ്ഞൂടെ? പെഡലിങ് ചെയ്യാത്തത് കേക്ക് നടന്നു വരുക. ഓ ബാലൻസ് കേട്ടോ. ചവിട്ടി നോക്കുന്ന ഫ്രണ്ട് ചവിട്ടി നോക്ക്. വേണ്ട ഇവര് ചോട്ടണ കണ്ടിട്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ആണോ? ഈസി കയറി ഒരു ഫോട്ടോ എടുക്കാം. ചേട്ടാ നിക്ക്. റേസിങ്ങിന് പറഞ്ഞോണ്ട് വരുന്നത്. സൈക്കിൾ കൊണ്ട് ചെറുക്കൻ എവിടെയാണ് വിശക്കുന്നേ? കഴിച്ചിട്ടൊന്ന് നോക്കിയാലോ വിശക്കുന്നു. ഓക്കെ ഞാനൊരു പൈസക്കകത്ത് എന്തെങ്കിലും ഇത് വരുന്നു. India's first world's first theme ATM. പിന്നെ കാണിക്കാൻ പറയും. Door അടിക്ക്. അതോ വന്ന ശ്രദ്ധിച്ചോ? ഇത് ശ്രദ്ധിച്ചോ? കേട്ടോ എടാ ഡാഡി ഉണ്ടെങ്കിൽ സൗണ്ടാ. സൗണ്ടും ഇല്ല. വർക്കിംഗ് അല്ലേ? അയ്യോ എന്നെ പറ്റിച്ചു. അത് 5 കൊണ്ട് പിന്നെയും നോക്കാം. 1000 രൂപയും കൊടുത്ത് എന്റെ സൗണ്ടാണ് കേട്ടത്. നമുക്കൊരു സൗണ്ട് ഇടാം. തീർന്നു കാലെടുത്ത് വേറെ ഒന്നുമില്ല. അതെ അതെ ഫാനും ഇല്ല ഒന്നുമില്ല. ആ ഇതായിരിക്കും കേട്ടോ. അപ്പൊ കൊള്ളാം. അപ്പൊ പോവാ ഫോട്ടോ എടുക്കാൻ. ഓക്കെ അതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ശരിക്കും ശബ്ദം കേൾക്കണം. അവര് പറഞ്ഞ ശബ്ദം കേൾക്കണം.
നല്ല ടേസ്റ്റ്. അത് അവിടെ നിന്ന് അവരെ ബ്രാഞ്ചിൽ തന്നെ ചെയ്യും. എല്ലാവരും വരണം. താഴോട്ട് മുമ്പിലോട്ടൊന്നും കാണൂല. ഫുഡ് എങ്ങനെയുണ്ട് പറ? അടിപൊളി. മീൻ എങ്ങനെയുണ്ട്? മീൻ തവ ഫ്രൈ നെമ്മീൻ ഫ്രൈ കഴിച്ചാ ഫുഡൊക്കെ? കൊല്ലും. ഇല്ല ഇല്ല, സ്ട്രോങ് ആണ്. എന്താ? ആ അതാണ്, സ്ട്രോങ് ആണ് അല്ലേ? ഇനി ഈ പടി കുറച്ച് നേരം പൊട്ടിയിരിക്കും. പൊട്ടിയിരിക്കും. അവിടെ പേര് ആട് ആട്. സ്ലൈഡാണ് എൻ്റെ ഫേവറേറ്റ്. അവൾ എവിടെ പോയിരുന്നു? എനിക്ക് കയറാമോ സ്ലൈഡിൽ? വെയിറ്റ് കൂടും, പൊട്ടി പോകും. ആ അവിടെ പോണോ? വൺ ടൈം LKGB. പടിയൊക്കെ പൊട്ടണ്. LKGB. കാവും എന്തോ ഇങ്ങനെ മാൻമേഡ് കാവ്, ലോകത്തിലെ ആദ്യത്തെ മാൻമേഡ് കാവ്. ഇത് ഇനി വരാൻ പോണോ? എന്താണെന്ന് വരാൻ പോണോ? ആണ് കണ്ട് 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 അതാണ് അതേപോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കാവ്, പിന്നെ കുളം. ഇത് രാമായണവും ഭാഗവതം എന്തൊക്കെ വെച്ചിട്ടുണ്ട്. വലിയ ബൈബിൾ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടല്ലേ. ഇതും എന്തോ വേൾഡിലെ എന്തോ ലാർജസ്റ്റ് എന്തോ മറ്റേ ഇതാണ്. അല്ലല്ല അല്ല അല്ലല്ല സിമന്റ് ഉണ്ടാക്കിയ ബോട്ടിയാ. He is almost settled on there because his wing is on. Tavananga is there only. Just too bad. ഞാൻ അവിടെ ഇരിക്കും, ബാലൻസ് ഉണ്ടായി. വിധുകുട്ടി ഇവിടെ ഇരിക്കേ. വിധുകുട്ടി ഇവിടെ ഇരുന്നോ? ഇവിടെ ഇരിക്കേ. അപ്പൊ ഇല്ല ഞാൻ അങ്ങനെ ഷേക്കാക്കി. ശരി, വണ്ടി എടുക്കുമോ? ബ്രേക്ക് പിടി.
ഇതിങ്ങനെ സുന്ദരിയോ ക്യാമറ എവിടെടാ? ട്രെയിനിങ് ഓട്ടി 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 ഓട്ട് നടക്കാൻ പറ്റും സാർ അത് കൊള്ളല്ലേ സ്വിമ്മിങ് അറിയാമോ സ്വിമ്മിങ് മീനൊക്കെ ഉണ്ടോ പേടി കുഴപ്പമില്ലേ ഇല്ലേ പതുക്കെ 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 നീ ഇവിടോ മീൻ കടിക്കുക മീന് ചേച്ചിയില്ലേ ചേച്ചി പറ്റില്ല ഇങ്ങോട്ടല്ലേ ഏട്ടാ ഇങ്ങോട്ടല്ലേ പോണം ഇന്ന് ഇങ്ങോട്ടോ ഓക്കെ ആ ശരി ശരി അതെ 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 ആ ഓ ഓ ആ ഓ കറങ്ങി വരാം ഓ ആണോ അവിടെ വെള്ളമായി. ഓ ശരി ശരി ആ മെല്ലെ 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 ഓക്കെ ഓ ഓ ഞാൻ ഒന്നും കൂടെ കാണണോ? ആ എടുക്കാം നോക്കി 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 വിധു ആ ഇവ കുസുമൊന്നും ഇല്ലെന്ന് എന്തോ എന്തോ എടുക്കും നമുക്ക് നിൽക്കാം അവിടെ ആ മീൻ കണ്ട മീൻ കണ്ട ആ മീൻ പോവാം പോവാ വിധു 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 നോക്കിയേ ഡാഡി ആ ചേട്ടാ ആ ഓക്കെ 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 ഓക്കെ
ആ ഇനി എങ്ങനെ വരും? ചില കല്ലെത്തുമ്പോ നല്ല ഗ്യാപ്പ് ഉണ്ട്. ആ ഇത് പോയല്ലേ ചവിട്ടോ? പിന്നെ നോക്കാം. എന്നാ പിന്നെ കൊട്ടവഞ്ചി ചെയ്യാൻ എന്താ പാട്? കൊട്ടവഞ്ചി ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ? ഈ ചുമ്മാ സൈക്ലിംഗ് പോലെ ചെയ്താൽ പോരെ? ആ ചുമ്മാ വെള്ളം നേരെ അടിക്കുന്ന കുനിഞ്ഞു കൊടുക്കാണ്ട് ഇത് ഫോണ്ടാ. ഞാൻ സെൽഫി നമ്മളെ പിടിച്ചിരിക്കണം. ഓ ഇത് പോളി. ഓ അമ്മ എന്റെ മുമ്പിൽ ഡാഡി എവിടെ? അച്ഛൻ ഡാഡിനെ ഫ്രണ്ടിലാക്കൂ. എന്താ ഡാഡി വീണ അരിച്ചട്ടെ. ഇതാണ് ഇതിന്റെ പൂവ്. തയ്യോ? ഇതിന്റെ പൂവ് തേയിലയുടെ. ഓ ഈ കാ വിരിഞ്ഞ് പൂ വന്നിട്ട് അതിൽ നിന്ന് പിന്നെയാണ് അവർ ഇതെടുക്കുന്നത്. നല്ല രസമുണ്ട്. മരയായത് കൊള്ളാം. മരയായത് ഇത് തേയില. ഇവിടെ തുമ്പി ഇരിക്കുന്ന നോക്കി നല്ല റെഡ് കളർ കണ്ടോ? അമ്മ ഇല്ല അമ്മ, അത് അമ്മയ്ക്ക് ഇപ്പൊ അവിടെ പോയിട്ട് 12 പോയിട്ട് വന്നതിന്റെ എഫക്റ്റാ. ഇതൊരു ഇരുമ്പിലുണ്ടാക്കി വെച്ചിരിക്കുന്നതാ. അത്രയും പോയപ്പോ അതായിരുന്നു ആലോചന. മൂത്ത് പോയിച്ചില്ല. ഇതാണ്ടാ വീഡിയോ? ഞാനിപ്പോ ഇവിടെ വരണ്ടേ? ഇങ്ങനെ കൈ കാണിക്കേ. വേറെ സ്റ്റെപ്പ് എടുക്ക, വേറെ സ്റ്റെപ്പ് എടുക്ക. ആ ഇല്ലെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് ഇങ്ങനെ ഈ കൈ പിടിച്ചിട്ടേ ഇങ്ങനെ കാണിക്കൂലേ? മനസ്സിലായ? ആ അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. ആ ഇത് തന്നെ, ഇത് ഓക്കെ അല്ലേ? ശരിയോ ഈ പാട്ടിന്? ശരിയോ? ഇല്ലെങ്കിൽ വേറെ സ്റ്റെപ്പ് പറ. ഇങ്ങനെ ഇങ്ങനെ കുടഞ്ഞാ മതി കേട്ടാ. ഹരി ഇങ്ങനെ കുടഞ്ഞിട്ട് പറയാമേ? 1 2 3 കുടഞ്ഞാ മതി. ഓക്കെ. ഇനി കറങ്ങാനാ? അത് ശരി. ഒരു കാര്യം ഒരു ഉടുമ്പ കണ്ട് കൂട്ടുകാരെ, ഒരു ഉടുമ്പ കണ്ടു. കടിക്കാത്ത ഭാഗ്യം. നമ്മൾ രാവിലെ ഉണ്ടാക്കിയ പോട്രി, എൻ്റെ ഈ കൈ കൊണ്ട് ഉണ്ടാക്കിയ സ്വന്തം പോട്രി നമ്മൾ മേടിക്കാൻ പോവാണ്. പോട്രി പോട്രി ബോട്ട് അവിടെ. വാ വാ
അവന് പോട്ട് മേടിക്കാൻ വേണ്ടി പോണെന്ന് പോയില്ല, ബോട്ട് നോക്കാൻ വേണ്ടി വരണമെന്ന്. എന്താണ് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് പെയിന്റ് അടിച്ചാൽ മതി കേട്ടോ. പെയിന്റ് അടിച്ചു അല്ല, ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനും ഇടയ്ക്ക് വെച്ച് കയറണമെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് കയറാം. ഇങ്ങോട്ട് വന്നിട്ട് മാറാം. ഇത് ഇതെന്താ ലെഫ്റ്റ് റൈറ്റോ? ഞാൻ ചവിട്ടണോ? അല്ല വേണ്ട. ബാക്കിലോട്ടാണോ? ബാക്കിലോട്ടല്ല ആദ്യം. ബാക്കിലോട്ട്. വെള്ളത്തിൽ കഴുകിടാം. എങ്ങോട്ട് പോണം? ഞാൻ പഠിക്കാം. കായലിൽ നമ്മൾ നല്ലതാണ്. ഒരാള് റെസ്റ്റ് എടുത്ത് അടുത്ത ഒരു പ്രാവശ്യം ഒരാൾ ചോട്ടെ, അടുത്ത പ്രാവശ്യം ഒരാൾ ചോട്ടെ. വെയിറ്റ് ചെയ്തോട്ടെ. ഇനി അടുത്ത അടിച്ചേരം ചെയ്യും. അങ്ങനെ അങ്ങനെ മാറി മാറി ചെയ്യും. നിങ്ങൾ തമ്മിൽ ഇല്ലേ? ആണോ? അങ്ങോട്ട് ചവിട്ടണോ? അത് കേക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിന് കണ്ടോ പേടി എന്തോ എടുക്കണേ, കണ്ണൊക്കെ തള്ളി വരണു. വെള്ളം കയറണം ഇങ്ങോട്ട്. ഇത് കേട്ടാ ശരി. അതിന്റെ ഇടയിൽ കൂടെ വെള്ളം കയറുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പെടൽ ചെയ്യാനനുസരിച്ച് ഒന്നിനെ ഇടിച്ചിടില്ലേ? ആ കൊച്ചു പിള്ളേരെ കണ്ടു പെടൽ ചെയ്യാനോ. എന്റെ അമ്മ ഇരുന്ന് വീഡിയോ എടുക്കുന്നത്. വീഡിയോ ഇങ്ങോട്ട് നോക്ക്. ഞാൻ പെടലിൽ ചവിട്ടിക്കോട്ടാ. ഇന്നും ഔട്ടും ഒക്കെ എഴുതി. നമ്മൾ ഇനി കൂടെയാണ് കയറിയ? അല്ല, നമ്മൾ ഔട്ടിൽ കൂടെയാണ്. ആ ഇതിലാഴം കാണും. പിന്നെ ഡ്രൈവ് ചെയ്യേണ്ടതാണേ. ഞാൻ ചെയ്തോട്ടാ. ഫുട്ബോളിന് നല്ല എക്സസൈസ് ആണെന്നാണ് പറയുന്നത്. ഇനി സീറ്റ് മാറണം. എങ്ങനെ ഇനിയിപ്പോ മാറാൻ പറ്റില്ല. മാറണമെങ്കിൽ അവിടെ സെറ്റ് മാറാവുള്ളൂ. ഇങ്ങനെ ഇരുന്ന് ചെയ്. എന്ത് സംഭവിക്കും? ആ നോക്ക്. രണ്ടു കാലം വേണം. ബാക്കിലോട്ട് പോയത്. ആ അതന്നെ കേക്ക് ചേച്ചി. ഈ കാലിട്ടൊക്കെ ചെയ്താ കുഴപ്പമില്ലേ? ബാലൻസ് അങ്ങനല്ല, ചെരുപ്പില്ലാതെ ചെയ്യണോണ്ട് പറഞ്ഞ അതിന്റെ ഇടയില്. My name is Vaishnav H. I am from India. അത് ശരിയാ. വയറ് പറയാൻ നല്ലതാ. കേക്കിന്റെ ബാഗ് അവിടെ വെച്ചില്ലേ? ലൈഫ് ഗാർഡ് ഉണ്ട്. ലൈഫ് ജാക്കറ്റ്സ്. എത്ര പേര് കയറാൻ പറ്റും? ഓർക്കോട്ടെ 6 പേർ കയറാൻ പറ്റും. കൊച്ചിങ്ങോട്ട് കുറച്ച് നീങ്ങിയിരിക്കും. ഇത് കൊച്ചിനടുത്തേക്ക് നീങ്ങ. ഇതൊന്നും മാറ്റി തരും. അതുപോലെ കൊടുക്കാൻ അമ്മ അമ്മ ഒരേ ഡയറക്ഷനിൽ തൊഴയാണേ. അപ്പൊ ക്യാമറ ആര് പിടിക്കും? ചുമ എടുത്താൽ മതി എന്തെങ്കിലും. അയ്യോ ഇങ്ങനെയാണല്ലേ. ഹലോ, നമ്മൾ റെഡിയാണ്. ലെറ്റ്സ് ഗോ. കണ്ടോളൂ, നമ്മൾ പോണു. നമ്മൾ വെള്ളത്തിൽ
പിഒവിന്റെ ബോട്ട്. അയ്യോ ഇതെന്തോന്ന് നമ്മള് തിരിച്ചെങ്ങനെ വരും? ഇതെന്നെ കറങ്ങണേ ചിറ്റ തൊഴയണത് ഞാൻ തൊഴയാം. തൊഴിഞ്ഞു നോക്കാം. അല്ല അല്ല ശരിക്കും കയറിട്ട് തരുമോ? ശരിക്കും ചിറ്റ അല്ല എന്താണ് പറയുന്നത്? ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. മിക്കവാറും നമ്മളോട് പെടുന്നു. വീട്ടിൽ പോകും തോന്നില്ല. ചിറ്റയ്ക്ക് എന്താണ് പറയാനുള്ളത്? ചിറ്റയ്ക്ക് എന്താണ് പറയാനുള്ളത്? ക്യാമറയെ നോക്കിയിട്ട് പറഞ്ഞോളൂ. അങ്ങോട്ട് കേക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് പോവാൻ എങ്ങനെ? ചേച്ചി രക്ഷപ്പെടുത്തേ. ഇംഗ്ലണ്ടിനായാലും US-നായാലും ഒന്ന് രക്ഷിക്കണേ. എന്റെ ആരെങ്കിലും രക്ഷിക്കോ? ഇതൊന്ന് വട്ട ചിറ്റ കൊച്ചത്തിൻ തൊഴയണ പോലെ തൊഴയേ. ഇത് നമ്മള് വട്ടം കറങ്ങി കളിക്കണ വെള്ളത്തില്. വട്ടം വട്ടം നാരങ്ങ കുത്തി കുത്തി നമ്മള് വട്ടം കറങ്ങി കളിക്കണേ. അങ്ങോട്ട് എങ്ങനെ പോകും? അമ്മ ലൈഫ് ഓഫ് പൈ. ഈ സൈഡിൽ നിന്ന് ചെയ്തോ. അല്ലല്ല എന്റെ മോ. ഓക്കെ അങ്ങനെ ചെയ്. അയ്യോ കൊച്ചച്ഛനും ചിറ്റ തൊഴയണ പോലെ ചിറ്റനെ ഇളക്കണ്. വെള്ളത്തില് കറി ഇളക്കണ പോലെ നമ്മള് വട്ടം കറങ്ങിയുണ്ട്. ഈ വട്ടം കറങ്ങി മതി. ഇല്ല നമ്മൾ ഇത്ര നമ്മൾ പെട്ടു ഗൈസ്. എങ്ങനെ പോവും? വഴിയില്ല ഇറങ്ങാൻ. രക്ഷിക്കണേ. ചുറ്റും വെള്ളം. ശരിക്കും നമ്മൾ എങ്ങനെ തിരിച്ചു പോകും? അവിടെ എത്തണം. നമ്മള് പെട്ട് വരണില്ല. അച്ഛൻ ചോദിക്കണ് വഴ അറിഞ്ഞൂടാ. ഹെൽപ്പ് നീഡ് ഹെൽപ്പ്. നമ്മളാരെയും രക്ഷിക്കൂ. നമ്മൾ പെട്ടയ്യോ വീണ്ടും നമ്മള് കറങ്ങി 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 നമ്മൾ അവിടെ എത്തും. മിക്കവാറും റെസ്റ്റ് എടുക്കാൻ പോകും. കൊച്ചച്ഛൻ റെസ്റ്റ് തൊഴഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചച്ഛൻ തൊഴണില്ല. എന്നാ ഇപ്പൊ നമ്മള് വീണ്ടും സർക്കിളിൽ തന്നെ കറങ്ങുവള്ള ചേട്ടൻ. ഞാൻ അതാണ്. അയ്യോ അമ്മ യൂട്യൂബ് അയ്യോ യൂട്യൂബ് അടഞ്ഞ്. യൂട്യൂബ് ക്യാമറ പോയി. ഫോണില്ല. റെക്കോർഡിംഗ് ആണ്. ചിറ്റ തൊഴാൻ പറ്റും. കറങ്ങണു. അത് ചിറ്റയും കൊച്ചച്ഛനും ഒരേ സ്ഥലത്തേക്ക് തൊഴയേ. ഞാൻ പിടിക്കാം. സ്റ്റോപ്പ്. ഇനി ചിറ്റ ഇങ്ങനെ ഇങ്ങനെ തൊഴയേ. അങ്ങനെ അങ്ങനെ കൊച്ചച്ഛൻ ചിറ്റ നോക്കി എങ്ങനെ ചെയ്യും? ചിറ്റ എങ്ങനെ തൊഴയണത്? മനസ്സിലായോ? അയ്യോ ചിറ്റ അമ്മ അവിടെ വീഡിയോ എടുക്കാണ്. രക്ഷിക്കൂ ഞാൻ പെട്ടേ. റീലെടുക്കാം. ഏതായാലും ഇവിടെ പെട്ട് കിടക്കണ ഡാൻസ് വെച്ചിട്ട് ഒരു കാര്യമില്ല. എന്നാലും നമ്മൾ സർക്കിളിലേ ഇറങ്ങോളൂ. നമുക്ക് ഡാൻസ് ചെയ്യാം. പ്രശ്നമുണ്ടാ? ഇനി അടുത്തോളം മുക്കാൻ നോക്കുവാണോ ചിറ്റ? കണ്ട അവര് സെയിം സ്ഥലത്തേക്കാണ് തൊഴയണത്. നമ്മളെന്റെ അടിയിലേക്ക് പോവും. നമ്മള് ബിൽഡിങ് അങ്ങോട്ടാ ഇങ്ങനെയാ. കൊച്ചച്ഛൻ അവിടെ ചിറ്റ ഇവിടെ വാ. ഇങ്ങനെ തിരിഞ്ഞിരിക്കേ. എന്നിട്ട് കൊച്ചച്ഛനും ചിറ്റ ഒരേ ഇങ്ങനെ ഇങ്ങനെ തൊഴയേ. പതുക്കെ നീങ്ങ്. ഒരേപോലെ തൊഴഞ്ഞാ പോരെ? തൊഴയേ. കൊച്ചച്ഛൻ അങ്ങോട്ട് തൊഴണം. ചിറ്റ അങ്ങോട്ട്. അങ്ങോട്ട്. അങ്ങനെ ഓപ്പോസിറ്റാ ചെയ്യുന്നത് നീ. എങ്ങനെ? അയ്യോ വെള്ളം എന്റെ വീട്ട്.
അങ്ങനെ ഫൈനലി നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ തുഴയണോ? ഞാൻ തുഴയാ. നമ്മളെങ്ങോട്ടാ പോണെ? ചിത്ത നീ കറങ്ങ്. അല്ല കറക്കണ്ട, അങ്ങോട്ട് ചെയ്. അവിടെ നിന്നോളാൻ. ഇനി ആ ബുക്ക് വെക്ക്. അല്ല വേണ്ട. നമ്മൾ ഇറങ്ങി ഇനി ആ വീട്ടിലാണ്. ഇതിപ്പോ നമ്മള് ഇങ്ങോട്ടാണ്. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി. അയ്യോ, നമ്മൾ അങ്ങോട്ടല്ല, അങ്ങോട്ട്. കയറോ? ഇവിടെ ഒരു കയറും ഇല്ല. അത് കിട്ടിയില്ല. അയ്യോ, അയ്യോ രക്ഷപ്പെട്ടു. ഇനിയില്ല, ഇനി മിണ്ടിയാ നോക്കിയോ. ബിൽഡിങ്ങിനടിയിൽ പോയേനെ. അവൻ നന്നായിട്ട് തുഴഞ്ഞു പോയി. അവർക്കറിയാം. ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ ചെയ്തപ്പം നേരത്തെ സർക്കിളിൽ കറങ്ങി കളിക്കായിരുന്നു. അത് ഞാൻ വിധുക്കുട്ടൻ ഫുഡ് കൊണ്ട് പോവാൻ പോണ മീനിന് ഡിസും. നേരത്തെ 5 പ്രാവശ്യം ജാടി ഇറങ്ങി നമ്മൾ വേറെ ആരെങ്കിലും മെഡിക്കൽ വയ്ക്കാൻ നാട്ട് കുടഞ്ഞിട്ടാ മതിയോ? ഇവിടെ കണ്ട റെഡിയായി നിൽക്കുകയാണല്ലേ. അടിപൊളി സൈസ്. വേണ്ട. തിമിംഗലോ തീർന്നല്ലേ ഫുഡ്? ഇവർക്ക് ഇത്ര വർഷം രാവിലത്തെ എല്ലാം ഇട്ടോണ്ടിരിക്കില്ലേ. അവിടെ ഇരിക്കാനും സ്ഥലമുണ്ട്. ഇത് പറ ലാസ്റ്റ് ബൈ ഗുഡ് നൈറ്റ്. അത് ദിവസം ബ്ലോക്ക്ഡ് ആണെന്ന് തോന്നുന്നു. സോ ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ് വിധുക്കുട്ടൻ. പീസ്. മെസ്സി ഫാൻ, റൊണാൾഡോ ഫാൻ. കിട്ടി 3 പ്രാവശ്യമാണ്. കണ്ടാ പറഞ്ഞ ഓരോ ആൾക്കാർക്ക് 3 പ്രാവശ്യം ചെയ്യാല്ലേ? ഡാഡി ചെയ്യണ വെയിറ്റ് ഉണ്ടോ അതിന്? 2 ബലൂൺ പൊട്ടിച്ച്. നേരത്തെ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ ഡാഡി. ഇത് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ. കേക്ക് ഇതേപോലെ ആയിരുന്നു. ചേട്ടാ യോ അത്ര പൊളി.
ഇവിടെയാണോ? മനസ്സിലായോ അത്? അതിനകത്താണ് കൊള്ളേണ്ടത്. ഏന്ന് വിളിക്കുന്ന ചേച്ചി നിക്ക് ആ കുട്ടി മാറട്ടെ. നല്ല വൃത്തിയായിട്ട് വലിക്കണം. ഡാഡി ചെയ്യണല്ലേ? കേക്ക് ഇനി ചെയ്യണോ? അല്ല എനിക്ക് ഞാൻ ചെയ്യണില്ലല്ലോ. ചെയ്യണോ? ഒന്ന് കുലുക്കിട്ട് കൂടി എന്റെ ദേഹത്തോട് സൂപ്പറാ. ടാറ്റാ, ബൈ ബൈ. ഇതാണ് ഞാൻ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. എന്റെ എഞ്ചിന്റെ എവിടെ ഇരുന്നു? അവിടെ ഒരു ഫോട്ടോ ആണ്. മാംഗോ കിട്ടിയില്ല. നോക്കാം ചേച്ചി, നോക്കാം. ഡാൻസ് സ്റ്റെപ്പ് ഇട്. ഓക്കെ, അത്ര മതി. ഓക്കെ അല്ലേ? റെഡി? ഓക്കെ, റെഡി. വാ, പറഞ്ഞോ. I love mango. അത് കൊള്ളാം.